What do you mean got getting to left feet? Shooting me glares from the passenger seat. Come on baby, we got all dressed up. Won't you dance with me? ഹായ് ഗൈസ്, വെൽക്കം ടു BV ടോക്സ്. ഇന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓണോർന്നിട്ടാ ഗൈസ്, ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേവിന്റെ കണ്ണിൽ കൺസീലർ ഇട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. തേജയാണ് എല്ലാവരും റെഡിയാക്കി കൊടുത്തത്. നമ്മളപ്പോ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. തേജുവിന്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. പിന്നെ കുറച്ചേരം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഗൈസ്, നമ്മൾ തേജുവിന്റെ കാറിലാണ് പോകുന്നത്. ദേവി നോക്കൂ. നമ്മളുടെ കുറെ ഫോട്ടോഷൂട്ട് സെഷൻസിന് ശേഷം ആണ് നമ്മൾ നമ്മളുടെ ക്ലാസ്സിലോട്ട് പോണത് ഗൈസ്. തേജു ഈസ് എ പ്രോ ഡ്രൈവർ. ദിസ് ഈസ് തേജുവിന്റെ നാട്. നമ്മൾ യൂണിവേഴ്സിറ്റി എത്തി ഗൈസ്. അതാണ് നമ്മുടെ ക്ലാസ്, 6th ഫ്ലോർ. തേജുവിന്റെ വീട്ടിൽ നിന്ന് വാഴയിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് വാഴയിലയും കൊണ്ടൊക്കെയാണ് പോണേ. പിന്നെ നമുക്ക് ഗെയിംസിന് വേണ്ടിയിട്ട് ക്യാൻഡിലും അതുപോലെ തന്നെ മാച്ച് സ്റ്റിക്സും പിന്നെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളെത്തിയപ്പോ എല്ലാവരും പൂക്കളത്തിനുള്ള പൂവൊക്കെ സെറ്റ് ആക്കാറുണ്ടാ. ഇത് ഞങ്ങളുടെ ജൂനിയേഴ്സ് ആണ് ട്ടാ. പിന്നെ ആ അറ്റത്ത് കണ്ണട വെച്ച് നിൽക്കുന്നത് ഞങ്ങളുടെ മിസ്സാണ്. മറ്റേത് സാറും. മനസ്സിലായാണ് പൂക്കളം ഇടുന്നത്. ഇത് വരച്ചത് ആനന്ദല്ലേ? നമ്മൾ നമ്മുടെ ഫ്രഷേഴ്സും ഈ ഓണത്തിന്റെ കൂടെ തന്നെയായിട്ട് നടത്തണത്. അതുകൊണ്ടാണ് ഫ്രഷ് ഓണം എന്ന് പേരിട്ടേക്കണേ. കാര്യം നമ്മൾ അത്ര വലിയ ഓണപ്പൂക്കളൊക്കെ വരച്ചെങ്കിലും നമുക്ക് അത് ഇട്ട് തീർക്കാനുള്ള ടൈം ഉണ്ടായില്ല. ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ നമ്മൾ മായ്ച്ചളഞ്ഞിട്ട് ഓണപ്പൂക്കൾ. പിന്നെ പയ്യെ പയ്യെ സാറുമാരും ടീച്ചേഴ്സൊക്കെ വന്നു തുടങ്ങി. പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടാ. ആസ് യൂഷ്വൽ അഭയായിരുന്നു കേട്ടോ ഞങ്ങളുടെ പരിപാടിന്റെ ആങ്കർ. അതെ, ഹാപ്പി ഓണം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ എക്കണോമിക്സിന്റെ ഡയറക്ടർ സന്തോഷ് സാറ്. Teja is a good singer, guys, and
ആൻഡ് ഷീ ഈസ് ദ വോയിസ് ഓഫ് MGU. ഇതാണ് ഞങ്ങളുടെ മാത്യു സാറ്. ഇത് ഞങ്ങളുടെ ജൂനിയർ കുട്ടി ദേവികൃഷ്ണയാണ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ യൂണിയനിലോ എന്ത് പരിപാടി ഉണ്ടായാലും നന്ദനയുടെയും ആനന്ദിന്റെയും ഡാൻസ് ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയുണ്ട്. ഈ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയല്ലേ, അതുപോലെയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സദ്യ, അത് കഴിക്കാനായിട്ട് വന്നിട്ടാ. 2 ടൈപ്പ് പായസം, അതുപോലെ തന്നെ പല ടൈപ്പ് കറികള്, അങ്ങനെ ഒരു കേമായിട്ടുള്ളൊരു സദ്യയായിരുന്നു കേട്ടോ. ഞാൻ ഈ കോട്ടയത്ത് വന്നേ പിന്നെയാണ് ഈ സദ്യേൻ്റെ കൂടെ പരിപ്പും നെയ്യും അങ്ങനത്തെ ഒരു സംഭവം കാണണേ കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഗെയിംസിലോട്ടാണ് കേട്ടോ വന്നത്. പല ടൈപ്പ് ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായി, പക്ഷേ ടൈമിൻ്റെ പരിമിതി മൂലം കുറച്ച് ഗെയിംസാണ് നമ്മൾ കളിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ഗെയിം കളിക്കാനായിട്ട് മുന്നിട്ടിറങ്ങി വന്നത് ടോമി സാറായിരുന്നു കേട്ടോ. സാറ് യോഗയിലൊരു സ്റ്റെപ്പ് ഇട്ട് തന്നെ തുടങ്ങി. പിന്നെ ഇങ്ങനെ മെഴുകുതിരി കിടത്തണ ഗെയിമായിരുന്നു കേട്ടോ. സാറുമാരൊക്കെ ഫുൾ എനർജറ്റിക് ആയിരുന്നു കേട്ടോ.
ഡാൻസും ഉണ്ടായി. പിന്നെ ജൂനിയേഴ്സിന് ഒരു കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ ഇന്നത്തെ പരിപാടി ഏകദേശം അങ്ങനെ കംപ്ലീറ്റ് ആയി. മനു ആണ് ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞ്. മനു ആയിരുന്നിട്ടാ ഈ പ്രോഗ്രാമിന്റെ കൺവീനർ.